വോയിസ് ഓഫ് പേരൂർക്കട പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വത്സൻ പേരൂർക്കട. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം രണ്ടിരട്ടി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി ജോർജ് കുര്യൻ. ഇതിനായി കേന്ദ്രം 4.25 ലക്ഷം രൂപ മാറ്റിവെച്ചതായി അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാനായി മേൽത്തരമേറിയ ചൂണ്ട സബ്സിഡിയായിട്ടാണ് ഇതിൽ 1 ലക്ഷം രൂപ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഊപ്പമീൻ മേൽത്തരമായി ഉണക്കാൻ സാങ്കേതിക പരിശീലനം സ്ത്രീകൾക്ക് നൽകുവാനായി ജപ്പാനിൽ നിന്നും ഒരു വിദഗ്ധനെ വരുത്തുക, മഴക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പനി വന്നാൽ അവർക്ക് ഡോളോ വിതരണം ചെയ്യാനും മറ്റുമായി ബാക്കിയുള്ള തുക ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വിശദീകരിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നമ്മുടെ കൊച്ചി റിപ്പോർട്ടർ ഇപ്പോൾ നമ്മോട് പങ്കിടുന്നതായിരിക്കും. ശ്രീ ഓർക്കാപ്പുറത്ത് ഔസേപ്പെ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അദ്ദേഹത്തിലേക്ക് നമ്മുടെ ലേഖകനാണ്, നമ്മുടെ സ്വന്തം ലേഖകൻ. അദ്ദേഹം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് കേട്ടിട്ട് ഞാൻ ആവർത്തിക്കട്ടെ. ശ്രീ ഓർക്കാപ്പുറത്ത് ഔസേപ്പെ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒന്ന് വെളിപ്പെടുത്താമോ? ഇല്ല, അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ സ്വന്തം ലേഖകനെ തിരഞ്ഞെടുത്തപ്പോൾ സംഭവിച്ച അശ്രദ്ധ മൂലം അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ കഴിയില്ല എന്നത് കണ്ടുപിടിക്കാതെ പോയി എന്നാണ് തോന്നുന്നത്. ഈ അമളി എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചോദ്യം കേട്ട് വേണ്ടതുപോലെ പ്രതികരിക്കാൻ അദ്ദേഹം കൂട്ടാക്കാതെ ഇരുന്നത് എന്ന് ഞാൻ വളരെ ഖേദത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാൻ പിണറായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അതിലേക്കായി കോളേജ് പ്രിൻസിപ്പൽമാരുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അത് പരിഗണിച്ച് കേരളത്തിലെ പ്രിൻസിപ്പൽമാർക്ക് ഹെൽമറ്റ് അലവൻസ് പുതുതായി അനുവദിക്കുമെന്ന് മന്ത്രി വെളിപ്പെടുത്തി. വിദ്യാർത്ഥി സമരം ഉണ്ടാകുമ്പോൾ തല സംരക്ഷിക്കാൻ ഇത് വളരെ സഹായിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്രകാരം ഹെൽമറ്റ് അലവൻസ് നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെതാണ് എന്നതിൽ ഓരോ കേരളീയനും അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് മന്ത്രി ഊന്നിപ്പറഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്നും. തിരുവനന്തപുരം BJPയെ നെഞ്ചിലേറ്റിയതിൻ്റെ പ്രതിഫലമായി നമ്മുടെ തലസ്ഥാന നഗരിയെ ലോകോത്തര നഗരമായി ഉയർത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ നടത്തിയ ഒരു വാശിയേറിയ പ്രസംഗത്തിൽ പറഞ്ഞു. അതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ട്രെയിൻ മ്യൂസിയം ആരംഭിക്കുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടിക്കാൻ വയ്യാത്ത ട്രെയിൻ ബോഗികളെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും അതുമൂലം കേരളത്തിൻ്റെ ടൂറിസം വരുമാനം 10 മടങ്ങ് വർദ്ധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇങ്ങനെയുള്ള നവീനമായ ആശയങ്ങൾ കേരളത്തിൻ്റെ മറ്റൊരു ജനപ്രതിനിധിയും ആവിഷ്കരിക്കാത്തതിൽ അദ്ദേഹം കുണ്ഠിതം പ്രകടിപ്പിച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്നും. കേരളത്തിൽ മാരകമായ രോഗങ്ങളും മഹാരോഗങ്ങളും കൂടി വരുന്നതിൽ ആരോഗ്യമന്ത്രി ആകുലത പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് സംബന്ധമായി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. ഇതിൻ്റെ മുഖ്യ കാരണം ആഹാര പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന വിഷമാകയാൽ ഇത് സംബന്ധമായി ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിയുകയില്ല എന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചു. എന്നാൽ മരണനിരക്ക് ഗണ്യമായി വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത്
ശവസംസ്കാര ക്രമീകരണങ്ങൾ ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുമെന്നും ഇലക്ഷൻ അടുത്തു വരുന്നത് കൊണ്ട് പദ്ധതി ഉടനെ നടപ്പാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്നും. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം അസഹനീയമായി വർദ്ധിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ സഖാവ് പിണറായി വിജയൻ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രി നിങ്ങളോട് കൂടെ എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഈ കാര്യം അദ്ദേഹം പരാമർശിച്ചത്. ഇതിന് പരിഹാരമായിട്ടാണ് താൻ അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടും കനത്ത സുരക്ഷിത സംവിധാനത്തോടും കൂടെ വാലിൽ തീ പിടിച്ചതുപോലെ പാഞ്ഞു പോകുന്നത് എന്ന അല്പം നർമ്മരസത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇതെല്ലാവർക്കും മുതലാകുന്ന ക്രമീകരണമല്ലാത്തതിനാൽ കേരളീയർ കായികാഭ്യാസത്തിന് വേണ്ടത്ര ഊന്നൽ നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മെ കടിക്കാൻ വരുന്ന പട്ടിയേക്കാൾ വേഗത്തിൽ നമ്മൾക്ക് ഓടാൻ കഴിയുമെങ്കിൽ കടിക്കാൻ വരുന്ന പട്ടി നാണിച്ച് വെന്തിരിയുമെന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്നും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് മനസ്സിൽ വരുന്ന ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ. വിവാഹം പ്രായമായ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്ന കഥയാണ്. അവൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് റീഡർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ന്യൂസ് ബുള്ളറ്റിൻ വായിക്കുമ്പോൾ ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് പേരൂർക്കടയിൽ നിന്ന് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിങ്ങൾ ന്യൂസ് വായിക്കാൻ പോയാൽ ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ പെൺകുട്ടിയെ കാണാൻ ഒരു പ്രതിസുത വരൻ വന്നു. അപ്പോൾ പെൺകുട്ടിയും അദ്ദേഹവുമായിരുന്ന് സംസാരം ആരംഭിച്ചു. അദ്ദേഹം ഈ പെൺകുട്ടിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ട് ഉത്തരം അവസാനിപ്പിക്കുന്നത് ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന് മുൻപ് എത്ര നാളായി നിങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തത്? ഞാനിപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി തുടങ്ങിയിട്ട് 5 വർഷമായുള്ളൂ. ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഹോബി എന്താ? എൻ്റെ ഹോബി ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതും പിന്നെ സിനിമാ പാട്ട് കേൾക്കുന്നതും പിന്നെ സമയമുള്ളപ്പോൾ വൈകിട്ടൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നതുമാണ്. ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ആരാ? അപ്പനോടാണോ അമ്മയോടാണോ? അതെൻ്റെ അപ്പനോടാണ്. ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഗിവിംഗ് യു ദ ന്യൂസ് എന്ന് പറഞ്ഞു എന്ന ഒരു കഥയുണ്ട്. ഏതായാലും ഇന്ന് മുതൽ നമ്മുടെ ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന യൂട്യൂബ് സംഗമത്തിൽ ഒരു ന്യൂസ് ബുള്ളറ്റിൻ കൂടെ ഉൾപ്പെടുത്തിയാൽ എന്താണ്, അത് കൊള്ളാമോ വേണ്ടായോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ വോയിസ് ഓഫ് പേരൂർക്കട ഞാൻ ആവിഷ്കരിച്ചത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഏവർക്കും എൻ്റെ നമസ്കാരം.